പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ദയാവധത്തിന് തയ്യാർ എന്ന് ബോർഡ് വെച്ച ഇടുക്കിയിലെ വൃദ്ധദമ്പതികൾക്ക് സഹായവുമായി യൂത്ത് കോൺഗ്രസും ബി.ജെ.പിയും. മുടങ്ങിയ പെൻഷൻ കിട്ടുന്നതുവരെ യൂത്ത് കോൺഗ്രസ് 1600 രൂപ മാസം നൽകും. അരിയും പച്ചക്കറിയും ബി.ജെ.പി എത്തിച്ചു നൽകി. നേരത്തെ ബോർഡ് മാറ്റണമെന്ന് CPIM പ്രാദേശിക നേതാക്കൾ ആവശ്യപ്പെട്ടതായി ദമ്പതികൾ പറഞ്ഞു. എന്നാൽ പെൻഷൻ തുക ലഭിക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന് ദമ്പതികൾ വ്യക്തമാക്കി. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നു. രാഹുൽ, ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണോ വിവിധ പാർട്ടികൾ? വേണു, തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ മറിയക്കുട്ടിയുടെ സംഭവം തന്നെ നമ്മുടെ മുൻപിലുണ്ട്. അന്നും ബി.ജെ.പിയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും CPM ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും ഇടതുപക്ഷം ഒഴികെയുള്ള ബാക്കി എല്ലാ പാർട്ടികളും ഇതിനെ ഒരു രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കും നമ്മൾ കണ്ടതാണ്. ഇത്തവണയും അതുപോലെ തന്നെ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് എത്തിയിരിക്കുന്നത്. ഈ വൃദ്ധ ദമ്പതികൾക്ക് പെൻഷൻ തുക സർക്കാർ നൽകുന്നതുവരെ 1600 രൂപ നൽകുമെന്നാണ്. രണ്ടുപേർക്കുമായി 1600 രൂപ വീതം നൽകുമെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല ബി.ജെ.പി ഉണ്ട്. അവർ ഇവിടെ എത്തി അവർക്ക് വേണ്ട വീട്ടു സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ അടിമാലി മണ്ഡലം പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും വീണ്ടും ഒരു പ്രതിഷേധത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം മറിയക്കുട്ടി, അന്നക്കുട്ടി അതുപോലെ തന്നെ വലിയ പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. വീണ്ടും ഇങ്ങനെ ഒരു പ്രതിഷേധം. അപ്പം നിങ്ങളുടെ ഇടപെടൽ എങ്ങനെയാണ്? യൂത്ത് കോൺഗ്രസ് ഈ പ്രതിഷേധം, ഈ അടിമാലിയിലെ രണ്ടാമത്തെ ഒരു പ്രതിഷേധമാണ് ഈ നാട്ടിൽ നടക്കുന്നത്. അപ്പോൾ ഇവിടെ അന്നക്കുട്ടിയും മറിയക്കുട്ടിയും പ്രതിഷേധിച്ചപ്പോൾ അവരെ സൈബർ ആക്രമണത്തിലൂടെയും പത്രത്തിലൂടെയും അവരെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയ CPM-ൻ്റെ നെറുകെട്ട ഒരു രീതിയാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. ഇവർ ഒരു പെൻഷൻ പോലും കിട്ടാതെ വഴിയോരത്ത് ജീവിക്കുന്ന ഇവർക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ മുന്നോട്ട് പോയപ്പോൾ ഇവർ ഫ്ലെക്സ് അടിച്ചു വെക്കുകയും ആ ഫ്ലെക്സ് അടിച്ചു വെച്ചതറിഞ്ഞ് ഇവിടുത്തെ CPM-ൻ്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ DYFI-ക്കാർ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തുകയും ഇവരെ എടുത്ത് കളയുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഉറപ്പായും ഈ നാട്ടിൽ പ്രതികരിക്കുന്ന ഏത് ജനങ്ങൾക്കും, കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഏത് ജനങ്ങൾക്കും ഒപ്പം യൂത്ത് കോൺഗ്രസും ഉണ്ടെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇവർക്ക് ഇനി പെൻഷൻ കിട്ടുന്നവരെ എല്ലാ മാസവും പെൻഷൻ കൊടുക്കുവാൻ യൂത്ത് കോൺഗ്രസ് അടിമാലി മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായി ഇനി ആർക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് സമീപിച്ചാൽ ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ എല്ലാ സഹായങ്ങളും ഈ പാവപ്പെട്ട അമ്മമാർക്കും വല്യമ്മമാർക്കും ചെയ്തു കൊടുക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അറിയിക്കാനുള്ളത്. രാഷ്ട്രീയമായിട്ട് തന്നെ നിങ്ങൾ ഏറ്റെടുക്കാനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കാനാണ് ഉദ്ദേശം. ഈ പാവപ്പെട്ട വൃദ്ധ ദമ്പതികൾക്ക് സർക്കാരിൽ നിന്ന് പെൻഷൻ കിട്ടുന്നതുവരേക്കും നമ്മൾ എല്ലാ മാസവും അടിമാലി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ അവർക്ക് ഒരാളുടെ പെൻഷൻ തുക എല്ലാ മാസവും എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും. എന്തായാലും വേണു, അങ്ങനെ തന്നെയാണ്. സഹായങ്ങൾ എന്തായാലും ഇപ്പോൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം, അടിമാലിയിലെ CPM-നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് വേണമെങ്കിൽ പറയാം. നേരത്തെ അന്നക്കുട്ടിയുടെയും മറിയക്കുട്ടിയുടെയും സംഭവം ഇതേ സ്ഥലത്ത് തന്നെയായിരുന്നു, തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ തന്നെ ആ അടിമാലിയിൽ തന്നെ വീണ്ടും ഒരു പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിലുള്ളൊരു പ്രതിഷേധം ഉണ്ടാകുന്നു. ഇതുപോലെ ആ ബോർഡ് എഴുതി വെച്ചുകൊണ്ടാണ്, അത് ഇവർ താമസിക്കുന്ന സ്ഥലം അതൊരു കടയാണ്, കടയ്ക്ക് മുന്നിൽ ഇങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചതിന് ശേഷമാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ദയാവധത്തിന് തയ്യാർ എന്ന് എഴുതിക്കൊണ്ടൊരു മുദ്രാവാക്യം എഴുതിക്കൊണ്ടാണ് ഇവരുടെ ഈ പ്രതിഷേധം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരു സ്വാധീന ശ്രമം ഉൾപ്പെടെ CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളൊരു ആരോപണം ഈ വൃദ്ധ ദമ്പതികൾ നടത്തുന്നുണ്ട്. എന്തായാലും ഇനി ഈ പ്രതിഷേധം ഈ പെൻഷൻ കിട്ടിയിട്ട് മാത്രമേ അവസാനിപ്പിക്കൂ എന്നുള്ളൊരു നിലപാട് അതിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇവർ. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്.